ജനീഷ് നമുക്കൊപ്പം എങ്ങനെയാണ് മന്ത്രിസ്ഥാന ലബ്ധി? തീർച്ചയായിട്ടും വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി നേതൃത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് നിയമിച്ചു, അതിനുശേഷം കൊടുങ്ങല്ലൂർ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കി, ഇപ്പോൾ ആ സീറ്റ് പിടിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്കും കൂടി പരിഗണിക്കുകയാണ്. പിന്നെ അതിലൊരു പ്രഖ്യാപനം കൂടി വന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ തെരുവുകളിൽ സമരം ചെയ്ത ഒരുപാട് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഒരുപാട് തലപൊട്ടി ചോര വിളിച്ചവരുണ്ട്, കേസിൽപ്പെട്ടവരുണ്ട്, ജയിലിൽ പോയവരുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആ ചെറുപ്പക്കാരുടെ കൂടി അധ്വാനത്തിൻ്റെ ഒരു ആകത്തുകയാണ് ഇന്ന് 102 സീറ്റോട് കൂടി അധികാരത്തിൽ വന്നിട്ടുള്ള ഈ UDF സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ അന്നത്തെ ഞങ്ങളുടെ ആ സമരരംഗത്തുണ്ടായിരുന്ന ചെറുപ്പക്കാർക്കിടയിൽ അവരെ പ്രതിനിധീകരിക്കാൻ ഒരു അവസരം എന്ന നിലയ്ക്കാണ് ഞാനിതിനെ ഈ ഒരു അംഗീകാരത്തെ നോക്കിക്കാണുന്നത്. മാത്രമല്ല കോൺഗ്രസ് അധികാരത്തിൽ വന്ന എല്ലാ സംസ്ഥാനങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നിലപാടും കൂടി ഈ വിഷയത്തിൽ അനുകൂലമായിട്ട് കടന്നു വന്നു. കേരളത്തിലെ നേതാക്കന്മാരെല്ലാവരും വളരെ പോസിറ്റീവായിരുന്നു. അതെല്ലാം തന്നെ യുവതയ്ക്ക് കിട്ടിയൊരു അംഗീകാരം എന്ന രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. തീർച്ചയായും അത് ഈ പറഞ്ഞല്ലോ, സമരം ചെയ്ത യുവത്വത്തിന് കിട്ടിയ ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ അധികാരത്തിലില്ലാത്ത ഒരു കാലത്ത് 10 വർഷം വീണ്ടും ഇങ്ങനെ സമരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പം ജനീഷിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പ്രതിപക്ഷത്ത് 10 വർഷം ആ നിലയ്ക്ക് തല്ലുകൊണ്ട് സമരം ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയാലും ഇപ്പോഴും ഏറ്റവും ചെറുപ്പമുള്ള മന്ത്രിയായിട്ടാണ് ഈ മന്ത്രിസഭയിലേക്ക് പോകുന്നത്. അപ്പോൾ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്? അല്ല, തീർച്ചയായിട്ടും ഒരു യുവാക്കൾക്ക് വേണ്ടി കിട്ടിയ ഒരു അവസരം കൂടിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു വകുപ്പ് തന്നെയായിരിക്കും പരിഗണിക്കപ്പെടുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇപ്പോൾ ഒരു തുറന്ന മനസ്സോട് കൂടിയിട്ടാണ്. ആദ്യമേ തന്നെ ഞാൻ വേറെ പ്രഖ്യാപനങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഒന്നുമല്ല. അത് ആദ്യം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായൊക്കെ പഠിക്കുകയും അതോടൊപ്പം തന്നെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ ഉള്ളതിൽ നിന്ന് എത്രത്തോളം മെച്ചപ്പെടുത്താൻ സാധിക്കുമോ അത്രത്തോളം മെച്ചപ്പെടുത്താനുള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം ഈ ടീം UDFൻ്റെ ഭാഗത്തുനിന്നുള്ള മറ്റ് സഹമന്ത്രിമാരുമായിട്ട് കൂടിയൊക്കെ നടത്തി ഏറ്റവും മികച്ച വകുപ്പുകളിൽ ഒന്ന് എന്ന് പറയിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ശ്രമിക്കാൻ സാധിക്കും അതെല്ലാം ഈ മന്ത്രിസഭ കണ്ടു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായ ആ തലമുറ മാറ്റം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാനാവും. മാത്രമല്ല ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 10-13 മുഖ്യമന്ത്രി അടക്കം പുതുമുഖങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? ദീർഘകാലം സംഘടനാ നേതൃരംഗത്തുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഈ മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ CM സതീശനായാലും മുഖ്യമന്ത്രി ആയാലും അതുപോലെ തന്നെ പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരായിരുന്ന 3 പേര് ഈ മന്ത്രിസഭയ്ക്കകത്ത് എനിക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന 3 പേര് ശ്രീ PC വിഷ്ണുനാഥും ശ്രീ T സിദ്ദിഖും ശ്രീ M ലിജുവും അടക്കമുള്ള മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാർ ഈ മന്ത്രിസഭയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംഘടനാ നേതൃരംഗത്ത് നിന്നായിരുന്ന ഒരുപാട് പ്രഗത്ഭരായ നേതാക്കന്മാരും ഈ മന്ത്രിസഭയ്ക്കകത്ത് വന്നിട്ടുണ്ട്. കടന്നു വരേണ്ടതായ ഒരുപാട് കഴിവുള്ള മികവുള്ള ഒരുപാട് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണത്തിൽ ഇങ്ങനെ പരിഗണിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതിൽ തന്നെ പരിഗണിക്കപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല സംഘടനാ പ്രവർത്തനമല്ല ഒരു കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിങ്ങനെ വന്നു ചേരുകയാണ്. അതിൽ ആത്മാർത്ഥമായും പ്രവർത്തിക്കുക എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം നിശ്ചയിക്കുന്ന എല്ലാ കാര്യങ്ങളോടൊപ്പം തന്നെ കൂടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്യുക. ജനങ്ങളെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ടീം UDF മുന്നോട്ട് പോകും. ഈ സർക്കാർ ജനങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ 100%. ഈ സർക്കാരിൻ്റെ നേതൃത്വത്തെയും ഞാനും നിരാശപ്പെടുത്താതിരിക്കാനുള്ള പരിപൂർണമായ പ്രവർത്തനം ഞാനും നടത്തും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.